തിരുവനന്തപുരം നെയ്യാർ ഡാമിലെ ചിൽഡ്രൻസ് പാർക്കും അതിനോട് ചേർന്നുള്ള ഇറിഗേഷന്റെ ഗാർഡനും കാട് പിടിച്ച് നശിക്കുകയാണ്. ഓണാവധി അടുക്കാറായി. നെയ്യാർ ഡാമിലേക്ക് സഞ്ചാരികളുടെ തിരക്കും കൂടും. പക്ഷേ സ്ഥലത്തെ ശോചനീയാവസ്ഥ മാറ്റാൻ നടപടിയൊന്നും എടുക്കുന്നില്ല എന്നതാണ് വസ്തുത. ഇറിഗേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചിൽഡ്രൻസ് പാർക്കിന്റെ ഉപകരണങ്ങൾ തുരുമ്പ് പിടിച്ച് ഉപയോഗശൂന്യമായി. ചുറ്റും അനാവശ്യ സസ്യങ്ങളാൽ പൊതിഞ്ഞ് കാട് പിടിച്ചു. ഗാർഡന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. പ്രതിദിനം വിദേശികൾ ഉൾപ്പെടെ നിരവധി ടൂറിസ്റ്റുകൾ എത്താറുണ്ടെങ്കിലും അധികൃതരുടെ അനാസ്ഥ മൂലം പാർക്കും ഗാർഡനും ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ്. മക്കളെ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ പേടിയാണ്. കാരണം ഈ കാട് പിടിച്ച് കിടക്കുന്നതാകുമ്പോൾ എന്തൊക്കെ ജീവികളുണ്ട് എന്നുള്ളത് നമുക്കും അറിയത്തില്ല. ഞാനിപ്പോൾ വരുന്ന വഴിക്ക് ഒരു പാമ്പ് എൻ്റെ വണ്ടിയുടെ ക്രോസായിട്ട് പോവുകയാണ്. നമ്മൾ ശ്രദ്ധിക്കത്തില്ല. മക്കളെല്ലാം കളിക്കുന്നത് നമ്മൾ അവരോടൊപ്പം എൻജോയ് ചെയ്യുമ്പോഴേക്കും ഈ വരുന്ന ഇഴജന്തുക്കളെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല. തികച്ചും അപകടാവസ്ഥയിലുള്ള പാർക്കും ഗാർഡനും സന്ദർശിക്കാൻ ആളുകളിൽ നിന്ന് 10 രൂപ ഈടാക്കാറുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനൊന്ന് മക്കളെ കൊണ്ടൊന്നും ഇങ്ങോട്ട് വന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടപ്പം ഇതൊരു പാർക്കാണോ അതോ വേറെ ചുമ്മാ ആരും ശ്രദ്ധിക്കാനില്ല. 10 രൂപ നമ്മൾ എൻട്രി ഫീസ് വാങ്ങുന്നിടത്ത് നമ്മൾ 50 100 തരാനും ആർക്കും മടിയൊന്നുമില്ല. കാരണം അവർ സ്പെൻഡ് ചെയ്യാൻ വരുന്ന സമയം അത്രയും അവർക്ക് ഉപയോഗപ്രദമായിരിക്കണം. നെയ്യാർ ഡാമിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ കീഴിൽ വിവിധ ടൂറിസം പാക്കേജുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ നടപടികൾ അപര്യാപ്തമാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.